ഇവിടെ ഇവൻ രാവിലെ എണീറ്റ് അമ്മയോടൊപ്പം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഒരു ബേക്കറിയിലുള്ള കുറച്ച് എക്സ്പെൻസീവായ കേക്ക് കാണുകയാണ്. അടുത്ത ആഴ്ചയിലാണെങ്കിൽ ഇവന്റെ പിറന്നാൾ വരുന്നുണ്ടാകും. അതുകൊണ്ട് ഇവനാണെങ്കിൽ അമ്മയോട് എന്റെ പിറന്നാളിന് കേക്ക് വാങ്ങിത്തരും ചോദിക്കും. ആ കേക്ക് കാണുന്ന ഹീറോനാണെങ്കിൽ നീ വരുന്ന എക്സാം നല്ലപോലെ പഠിച്ച് നല്ലപോലെ മാർക്ക് വാങ്ങാണെങ്കിൽ നിനക്ക് എന്തായാലും വാങ്ങിത്തരുന്ന ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് ഹീറോനാണെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവില്ല, ഒരു സിംഗിൾ പേരന്റ് ആയിരിക്കും മകനെ വളർത്തുന്നുണ്ടാവുക. ഇവളുടെ വർക്കാണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിലെ വേസ്റ്റിലും കളക്ട് ചെയ്ത ശേഷം അത് ഡിസ്പോസ് ചെയ്യുന്ന ജോലിയാണ്. അങ്ങനെ ആ ദിവസത്തെ ജോലിയാണ് ഇവൾ വീട്ടിൽ പോകുന്ന സമയത്ത് മകൻ ആവശ്യപ്പെട്ട കേക്ക് എത്രയാണ് ചോദിക്കാനായിട്ട് ഇവളെ കടയിലേക്ക് കയറുകയാണ്. ആ കേക്കിനാണെങ്കിൽ 2000 രൂപയെന്ന് പറയാണ്. സോ ഇവളും മകനെ പിക്കാനായിട്ട് സ്കൂളിൽ പോയാൽ അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് വരുന്നുണ്ടാവും. എന്റെ പിറന്നാളിന് എല്ലാ ഫ്രണ്ട്സിനും ഇൻവൈറ്റ് ചെയ്ത് പറയാണ്. സോ ഹീറോയിനും എങ്ങനെയെങ്കിലും ആ കേക്ക് വാങ്ങാൻ തീരുമാനിക്കും. അതുകൊണ്ട് ഇവൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവൾ കളക്ട് ചെയ്യുന്ന ഗാർബേജ് ആണെങ്കിൽ പ്ലാസ്റ്റിക് മാറ്റിയാണ്, അതുപോലെ ഇരുമ്പ് മാറ്റി വെക്കുകയാണ്. ഓരോ കവറിലാണെങ്കിൽ പഴകിയ ഫുഡ് മീൻ്റെ മുള്ളിലുണ്ടാകും. അതുകൊണ്ട് ഇവളുടെ എന്നും ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവൾ വീട്ടിൽ പോകുന്ന സമയത്ത് പഴയ സാധനങ്ങൾ വാങ്ങുന്ന കടയിലാണെങ്കിൽ ഇരുമ്പിന്റെ വില ചോദിക്കുകയാണ്, അതുപോലെ പ്ലാസ്റ്റിക്കും ചോദിക്കും. നൈറ്റ് വീട്ടിൽ പോയിട്ട് മകന് വാരി കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇവളുടെ കയ്യിൽ സ്മെല്ല് വരുന്നു പറയാണ്. ഇവൾ എത്ര കൈ കഴുകിയാലും ആ സ്മെല്ല് പോകുന്നുണ്ടാവില്ല. സോ ഹീറോയിനും അവന് സ്പൂണി വാരി കൊടുക്കും. അങ്ങനെ അവസാനം അവന് പിറന്നാളും വരികയാണ്. ഹീറോയിനാണെങ്കിൽ രാവിലെ തന്നെ വിഷ് ചെയ്യും. ആ സമയത്ത് ഇവളുടെ ഇമാജിനേഷനിലാണെങ്കിൽ അവൻ ആ കേക്ക് വാങ്ങിക്കൊടുത്തത് കട്ട് ചെയ്യുന്ന പോലെ തോന്നുകയാണ്. എന്നിട്ട് ആ സാധനങ്ങൾ വിറ്റാൽ കേക്കിനുള്ള പൈസ എന്ന് വിചാരിച്ച് ഹാപ്പി അപ്പാർട്ട്മെന്റിലേക്ക് പോയാൽ അവിടെയാണ് അത് ഉണ്ടാവില്ല. നൈറ്റ് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ അതെല്ലാം ക്ലീൻ ചെയ്തത് പറയാണ്. സോ ഹീറോയിൻ എന്ത് ചെയ്യണം നേരത്തെ സങ്കടത്തിൽ നിൽക്കുകയായിരിക്കും. പക്ഷെ ആ സമയത്ത് ആ പാർട്ടി നടത്തിയ വീട്ടുകാരാണെങ്കിൽ നൈറ്റ് ബാക്കി ഒന്നാണ് പറഞ്ഞ ഒരു കവർ ഹീറോയിന് കൊടുക്കും. ആ കവറിലാണെങ്കിൽ ഒരു കേക്ക് ആയിരിക്കും ഉണ്ടാവുക, അതിലാണെങ്കിൽ കുറച്ചായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. സോ ഹീറോയിനും ഒരു അടി തോന്നിട്ട് കടയിൽ കണ്ട കേക്കിനെ പോലെ കുറച്ച് ടോയ്സ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. എന്നിട്ട് അത് മകനെ പ്രസന്റ് ചെയ്യും. അവന് ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിനോടൊപ്പം കേക്കും കട്ട് ചെയ്യും. ഹീറോയിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കാൻ. നിങ്ങളുടെ ബർത്ത്ഡേ വിഷ് എന്താണെന്ന് കമന്റ് ചെയ്യുക.